ETV ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ബില്ലുകൾ അനിശ്ചിതമായി വൈകിപ്പിക്കുന്നു എന്നാരോപിച്ച് രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച് കേരളം. ഗവർണറെ കക്ഷി ചേർത്തു. രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതിയിൽ റിട്ട് ഹർജിയുമായി പോകുന്നത് അസാധാരണം. ഹിമാചൽ പ്രദേശിൽ കൂറുമാറി അയോഗ്യരാക്കപ്പെട്ട 6 MLA-മാർ BJP-യിൽ. പാർട്ടിയിൽ അംഗത്വമെടുത്ത് സംസ്ഥാനത്തെ 3 സ്വതന്ത്ര MLA-മാരും. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ED അന്വേഷണം വന്നാൽ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. വന്നാലും EDക്ക് ഒന്നും ചെയ്യാനാകില്ലെന്നും പരാമർശം. കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ ക്ഷണം ലഭിച്ചതിൽ ഏറെ സന്തോഷമെന്ന് RLV രാമകൃഷ്ണൻ. ഏറെ ആദരവോടെ കാണുന്ന വേദിയിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കാനുള്ള മോഹം പൂവണയുകയാണെന്നും RLV രാമകൃഷ്ണൻ. മോസ്കോയിൽ 60 പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തെ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിന്ദ്യമായ പ്രവൃത്തി എന്ന് വിശേഷിപ്പിച്ച മോദി റഷ്യൻ സർക്കാരിനും രാജ്യജനതയ്ക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്രയുടെ കൊൽക്കത്തയിലെ വസതികളിലും മറ്റ് സ്ഥലങ്ങളിലും CBI പരിശോധന. റെയ്ഡ് ചോദ്യത്തിന് കോഴ വാങ്ങിയെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട്. AAP MLA ഗുലാം സിംഗ് യാദവിന്റെ വസതിയിൽ പരിശോധന നടത്തി ED. നടപടി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുകയും കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെ. സൊമാലിയൻ തീരത്തു നിന്ന് പിടികൂടിയ 35 കടൽ കൊള്ളക്കാരുമായി INS കൊൽക്കത്ത മുംബൈയിൽ. കവർച്ചക്കാരെ പോലീസിന് കൈമാറി. കെറൈസ് ഇടപാടിൽ വൻ അഴിമതിയെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. തെലങ്കാനയിൽ നിന്ന് അരി കൊണ്ടുവന്നു എന്നത് പച്ചക്കള്ളം. വാങ്ങിയത് സ്വകാര്യ മുതലാളിമാരിൽ നിന്നെന്നും ആരോപണം. IPL-ിലൂടെ മത്സര ക്രിക്കറ്റിലേക്കുള്ള തിരിച്ചുവരവിൽ വികാരാധീനനായി ഋഷഭ് പന്ത്. കളിക്കളത്തിലേക്ക് തിരികെ എത്തിയതിൽ ഏറെ സന്തോഷം. ഓരോ നിമിഷവും ആസ്വദിക്കേണ്ടതുണ്ടെന്നും പന്ത്. കൂടുതൽ വാർത്തകൾക്കായി ETVBharat.com സന്ദർശിക്കുക.